അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാൻ കപ്പയും ഇറച്ചിയും വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ വെക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ബീഫൊക്കെ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 4 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 5 ചെറിയ ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂൺ വലിയ ജീരകം. ഇതെല്ലാം ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, പിന്നെ നേരത്തെ ചതച്ചെടുത്ത അരപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കപ്പ ചേർത്ത് കൊടുക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. 1/4 കിലോ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ബീഫ് വേവിച്ചെടുത്ത അതേ കുക്കറിൽ തന്നെ കപ്പയിട്ട് വേവിച്ചെടുക്കാം. കപ്പ മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ടാണിത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും കപ്പ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാകും. കപ്പയൊക്കെ വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് കറക്റ്റ് വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത കപ്പ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കപ്പ വേവിച്ചെടുത്ത വെള്ളം 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഇറച്ചിയിലുള്ള മസാലയൊക്കെ കപ്പയിൽ പിടിച്ചു വന്നോളും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുത്താൽ ഒന്നുകൂടെ തിക്കായിട്ട് വരും. കപ്പയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് ഒഴിച്ചെടുക്കാം. ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയും ഉള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഉള്ളിയും എണ്ണയും ഞാനിവിടെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളിയും എണ്ണയും കുറച്ച് അധികം ഉണ്ടായാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിൽക്കൊരു 4 ഏലക്ക ചതച്ചത് ഇട്ടെടുക്കുന്നുണ്ട്. ഏലക്ക ചേർത്തെടുത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. അപ്പോൾ ഇത് ഇത്രയും ആയാൽ മതി. ഇനി കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റ് നേരെങ്കിലും മൂടി വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചില നാട്ടിലൊക്കെ ഇതിന് കപ്പ ബിരിയാണി എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലിതിന് കപ്പ ബിരിയാണി എന്നൊന്നും പറയാറില്ല കേട്ടോ. ഇറച്ചിയും പുളിയും എന്നാണ് പറയുന്നത്. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം.
ഇതിൽ കാണുന്ന വെള്ളമൊക്കെ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇറച്ചിയും പുളയും റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.